ചില പബ്ലിക് ഹോളിഡേ നോക്കി സിനിമകൾ റിലീസ് ചെയ്യുന്ന പതിവ് മലയാളത്തിൽ ധാരാളമുണ്ട്. മലയാളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഓഡിയൻസിനെ കിട്ടുക എന്നത്, അങ്ങനെ പുതിയ സിനിമകൾ വന്ന് വലിയ രീതിയിലുള്ള കളക്ഷനും പ്രേക്ഷക കൂട്ടവും തിയേറ്ററിൽ സ്വന്തമാക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ബക്രീദ് ദിനത്തിൽ മികച്ച പുതിയ സിനിമകളൊക്കെ വന്നിരുന്നു. എന്നാൽ ആ സിനിമയെക്കാളിലും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ചത് ഒരു റീ റിലീസ് ചിത്രമാണ്, ചോട്ടാ മുംബൈ എന്ന എക്കാലത്തെയും ക്ലാസിക് എന്റർടൈനർ. ഇത് സംഭവിച്ചപ്പോൾ ബക്രീദ് ഭയങ്കരമായി ആഘോഷിക്കുക തന്നെ ചെയ്തു പ്രേക്ഷകർ. പക്ഷേ ചിലർക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നതും. മോഹൻലാൽ നായകനെ എത്തിയ ചോട്ടാ മുംബൈ കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരുന്നു. 4K ഡോൾബി അറ്റ്മോസ് സാങ്കേതിക മികവോടെ റീ റിലീസ് ചെയ്ത സിനിമയ്ക്ക് മികച്ച വരവേൽപ്പാണ് മലയാളികൾ നൽകിയത്. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ കണക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് സിനിമ 1.90 കോടി നേടിയിരിക്കുകയാണ്. 2 കോടിയിലേക്ക് ഇപ്പോൾ എത്തിയുമിരിക്കുന്നു. ഞായറാഴ്ച മാത്രം കേരളത്തിൽ നിന്നും ആകെ നേടിയത് 70 ലക്ഷമാണ്. ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ മലയാളത്തിൽ റീ റിലീസ് റെക്കോർഡുകളിൽ ചോട്ടാ മുംബൈ ഇടം പിടിക്കുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തി കഴിഞ്ഞു. മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചോട്ടാ മുംബൈ വീണ്ടും എത്തിയപ്പോൾ ഇങ്ങനെ ചില മാജിക്കുകൾ തീർക്കുമ്പോൾ കുറച്ചു പേർക്ക് അതങ്ങോട്ട് പിടിച്ചിട്ടില്ല. ആ കുറച്ചു പേർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണെന്ന് നമ്മൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. അവർ പറയുന്നത് ബക്രീദ് വീക്കെൻഡ് മലയാള സിനിമ വേസ്റ്റ് ആക്കി എന്നതാണ്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം? തിയേറ്ററിലൊക്കെ പൂരപ്പറമ്പാണ്. ചോട്ടാ മുംബൈ ബക്രീദിന് ഏറ്റവും വലിയ ആഘോഷമാണ് മലയാളി പ്രേക്ഷകർ തീർത്തതും. ഇത് കണ്ടിറങ്ങിയ പല പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ആരാധിക്കുന്ന നായകന്റെ ഏറ്റവും മികച്ച സിനിമ കൂടി റിലീസ് ചെയ്യണമെന്ന്, ഇതുപോലെ ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കാൻ എന്നതാണ് അവരുടെ റിക്വസ്റ്റ്. എന്നാൽ ചില ആൾക്കാർക്ക് അങ്ങോട്ട് അത് പിടിച്ചിട്ടില്ല. അവരുടെ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം എംബ്രാൻ ഇറങ്ങിയപ്പോൾ നല്ലോണം കിടന്ന് കരഞ്ഞു, ഏറ്റില്ല. ഇപ്പോൾ ദേ ബസൂക്ക മെഗാ അഴിഞ്ഞാട്ടം അവസാനം 15 മിനിറ്റ് കത്തിക്കൽ എന്ന് പറഞ്ഞ് എത്തിയപ്പോൾ 8 നിലയിൽ പൊട്ടി. ഇറങ്ങിയ 2 സിനിമകളും നിന്ന് പൊട്ടി. OTTക്ക് പോലും ഇപ്പോൾ വേണ്ടാത്ത രീതിയിലാണ് പോകുന്നത്. ഇതുവരെയും ചിത്രത്തിന്റെ OTT റിലീസ് പോലും അനൗൺസ് ചെയ്തിട്ടില്ല. ഇത് വലിയ ചോദ്യമായി പ്രേക്ഷകർ ഉന്നയിക്കുന്നുമുണ്ട്. അപ്പോൾ ദേ തുടരും എത്തുകയുണ്ടായി. അതങ്ങ് പൊക്കോളും എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നോർത്തിരുന്നപ്പോൾ ദേ ഇൻഡസ്ട്രി ഹിറ്റ് തൂക്കി. അവിചാരിത ഷോക്കായി പോയി സകല നിലയും വിട്ടു. തുടരും പിന്നെ പ്രമോ പാട്ടുമായി എത്തി. പ്രണവ് മോഹൻലാലിന്റെ ഹൊറർ സിനിമയുടെ അനൗൺസ്മെന്റ് ഒക്കെ പാടെ മുക്കി. ആകെ ഡിപ്രഷൻ അവസ്ഥ ആയിരുന്നു. ചോട്ടാ മുംബൈ വരുമ്പോൾ വീണ്ടും ട്രാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ആളില്ലേ പോസ്റ്റ് ഇടാം, റീ റിലീസ് അല്ലേ, ആവനാഴി വല്യേട്ടൻ വടക്കൻ വീരകഥ പോലെ ആരും കേറുകയില്ല എന്നോർത്ത് സന്തോഷിച്ചിരുന്നപ്പോ ദാ റിലീസ് സിനിമകളെ വെല്ലുന്ന കളക്ഷനുമായി ചോട്ടാ മുംബൈ കൊലത്തൂക്ക് തൂക്കുകയാണ്. പണ്ട് ബിഗ് ബി ക്ലാഷിൽ പൊട്ടിയ അതേ അവസ്ഥ ഇവർക്ക് വീണ്ടും ഉണ്ടായിരിക്കുന്നു. പോരാത്തതിന് 500 കോടി 75 ദിവസങ്ങളിൽ നേടുന്ന മലയാളത്തിലെ ഏക നടനായി മോഹൻലാൽ മാറി. എന്നും കൂടെയുള്ള റിപ്പോർട്ട് വന്നതോടെ ഇരിക്കപ്പൊറുതി ഇല്ലാതെയായി. സങ്കടം, വിഷമം, ഫ്രസ്ട്രേഷൻ, അങ്ങനെ ഇല്ലാത്ത വികാരങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് മലയാള സിനിമയുടെ നഷ്ടത്തെക്കുറിച്ച് ഒരു കീച്ചങ്ങ് കീച്ചി. 2 തലയണയിൽ തലപുത്തി ശബ്ദം കേൾക്കാതെ കരഞ്ഞു. സത്യത്തിൽ ഈ കരച്ചിൽ ലോകം എമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുകയാണ്. ഈ കരച്ചിൽ തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. കാരണം ഈ പോസ്റ്റ് തന്നെയാണ് അത് വ്യക്തമാക്കിയിരിക്കുന്നതും. ഈ അടുത്തിടയ്ക്ക് മോഹൻലാൽ സിനിമ ഉണ്ടാക്കിയ ഓളം പലർക്കും ഭയങ്കര ഫ്രസ്ട്രേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചോട്ടാ മുംബൈ പോലും ഇതുപോലൊരു തരംഗം സൃഷ്ടിക്കുമെന്ന് കരുതിയില്ല. ബക്രീദ് വീക്കെൻഡ് നിങ്ങൾ അടിച്ചു പൊളിച്ചോ എന്ന് ചോദിച്ചാൽ ശരിക്കും അടിച്ചു പൊളിച്ചോ എന്ന് പ്രേക്ഷകർ പറയും. അത് ഏത് ആരാധകരുടെ ഫാനായാലും. കാരണം ചോട്ടാ മുംബൈ തിയേറ്ററിൽ തീർത്ത ഓളം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ്. അപ്പോഴാണ് ഇങ്ങനെ ചില ഫ്രസ്ട്രേഷൻ ആൾക്കാർ, കുരുപൊട്ടിയ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെത്തുന്നത്. ഫാനിസത്തിന്റെ അങ്ങേയറ്റമാണ്. എല്ലാ ഫാനുകളെയും എല്ലാ സിനിമകളെയും ആഘോഷിക്കാനുള്ള ഒരു ഇത് വേണം എന്ന് കണ്ടിറങ്ങിയ പ്രേക്ഷകർ പോലും പറയുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം അവർ ഈ പടവും ആഘോഷിക്കുന്നു, കൂടാതെ അവരുടെ ആരാധ്യ പുരുഷന്റെ സിനിമ കൂടി ഇറക്കിവിടണമെന്ന് അവർ പറയുകയാണ്. കാരണം ഇതുപോലെ അവർക്കൊന്ന് ആഘോഷിക്കാൻ.